ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഓൺ വോയിസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വേറൊരു ബനാന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് പാല്, 1 കപ്പ് വെള്ളം, 2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ അതുപോലെ ഒരു മുട്ട, ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഏകദേശം നമ്മളുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് റെഡിയാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേന്ത്രപ്പഴം നന്നായി തിന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച മാവില്ലേ, അതിലേക്ക് നമുക്കിനി ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇനി നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതായത് കുഞ്ഞ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്, പിന്നെ 1 കപ്പ് നാളികേരം ചിരികിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അതിനെ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ദോശക്കല്ല് വെക്കുക, നെയ്യ് വെച്ചിട്ട് പരത്തുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് നമ്മളുടെ ബനാന ഇതുപോലെ ഓരോന്നത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. സംഭവം പെട്ടെന്ന് കഴിയുമെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും കഴിയില്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമ്മൾ മെയിനായിട്ട് നമ്മളുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പഴത്തിൻ്റെ തൊലി കറുത്തതാണെങ്കിൽ കഴിക്കില്ലല്ലോ. അപ്പോൾ കുട്ടികളെന്നല്ല, വലിയവരാണെങ്കിലും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്